കാക്കസ് ഉണ്ടല്ലോ. അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മുടെ ഇവിടെ നിന്ന് തുടങ്ങുമ്പോൾ നമ്മുടെ അവിടെ നിന്ന് ഇവിടെ നിന്ന് ആ ഗേറ്റ് പുറത്തേക്കാതെ നമുക്ക് പോകാൻ പറ്റില്ല. ഞാൻ പോവില്ല. നിങ്ങൾ ആ കാണുന്ന ആ ചെടി കണ്ടല്ലോ, അതാണ് മറ്റേ മുല്ലപ്പൂട് ചെടി ഉണ്ടല്ലോ, അതാണ് സാധനം. പിന്നെ നമുക്ക് അല്ല കുട്ടാപ്പിയായിട്ടുള്ള മാവുകൂട്ടനുണ്ട് ഗൈസ്. ഞാൻ മാവുകൂട്ടനെ കാണിച്ചു തരണോ? കണ്ടോ നമ്മുടെ മാവുകൂട്ടൻ? ഇപ്പുറത്തുള്ളൊരു മാവുകൂട്ടൻ കണ്ടോ? പിന്നെ നമുക്കിത് ഇവിടെ കുറേ ചെടികൾ വരുന്നുണ്ട്. ഇതിന് ചെടിയുടെ പേരൊന്നും എനിക്ക് അറിഞ്ഞൂടാ. ഒരെണ്ണത്തിൻ്റെ എനിക്കറിയാം. ഏതാണെന്ന് ഗസ് ചെയ്യാൻ പറ്റുമോ? അതിൻ്റെ പേരൊന്നും എനിക്കറിയാം, ചോദിക്കില്ല കേട്ടോ. ഇവിടെ ഒരു അതേ ടൈപ്പിൻ്റെ കുറച്ച് വലിയൊരു ടൈപ്പ് ചെടി ഉണ്ട് ഉണ്ടോ. പിന്നെ ഇതാ അവിടെ ഉണ്ട്. പിന്നെ നമുക്ക് ഇവിടെ ഒരെണ്ണമുണ്ട്. അല്ല ഇവിടെ അല്ല, ഇവിടെ ഒരെണ്ണമുണ്ട്. പിന്നെ നമുക്കിതാ ഇവിടെ ഒരെണ്ണമുണ്ട്. പിന്നെ വീടൊരു ക്യാമറ ഉണ്ട് ഗൈസ്, ഇവിടെ പോയി ഇതേ കിടക്കുന്നു. പിന്നെ നമുക്കിത് ഇവിടെ കുറേ ചെടികളുണ്ട്. അത് ടൈപ്പാണെന്ന് പറഞ്ഞല്ലോ. പിന്നെ പറമ്പാണ്. പറമ്പ് നമുക്ക് അടുത്ത വീട്ടിൽ കാണിക്കാം. പറമ്പൊന്നും കാണിക്കാൻ പറ്റില്ല. അപ്പോൾ നമുക്കിനി നേരെ ഈ മാവ് കണ്ടോ, എത്ര അടുത്താണ് കേട്ടോ ഈ മാങ്ങിയിരിക്കുന്നത് അറിയോ? എനിക്കെത്തില്ല, ബാക്കിയുള്ളവർക്ക് എത്തുമായിരിക്കും. അപ്പോൾ നമുക്കിനി അടിപൊളി അടിപൊളി നമുക്ക് ഇപ്പുറത്തെ ചെടി ഇൻട്രൊഡ്യൂസ് ചെയ്യാം. അപ്പം ഇതിൻ്റെ പേര് എനിക്കറിയില്ല, എല്ലാവരും ക്ഷമിക്കുക, എനിക്കിതിൻ്റെ പേര് അറിഞ്ഞുകൂടാ. ഈ രണ്ട് ചെടി കണ്ടല്ലോ, ഈ സ്ക്രീനിൽ കാണുന്ന രണ്ട് ചെടിയുടെയും പേര് എനിക്ക് അറിഞ്ഞുകൂടാ. റൗണ്ട് ഷേപ്പിലിരിക്കുന്ന ചെടി അറിയാവുന്ന പർപ്പിൾ കളറിൽ ഇതിൻ്റെ ചീര പോലെ, ചീര പോലെ ഉണ്ട്. പക്ഷേ ഞാൻ ബാക്ക്ഗ്രൗണ്ടിൽ വന്ന് കയറി നിന്നിട്ടാണ് എൻ്റെ ഒന്നും കാണാത്തത്. മാറി വെക്ക് പണ്ടേ. പിന്നെ ദൈ 4 ചെടികൾ ഇതും ചീര പോലെ ഉണ്ട്. ആ ചീരയല്ല, കാണിച്ചില്ല. കുഞ്ഞു കുഞ്ഞു ലീഫ് പ്ലാന്റ് എനിക്ക് ചെറുതിൻ്റെ മാത്രമേ ഈ വീട്ടിൽ അറിയൂ. ചെറുതിനെ മാത്രം എനിക്ക് എങ്ങനെ അറിയാവുന്ന പോലെ എനിക്ക് അറിയില്ല. ഈ ഒരു പുല്ല് പോലെ ഇരിക്കുന്ന ഞാൻ വെച്ചായിട്ടുണ്ട്. ഈ ഭാഗത്ത് ഇത്രയാണ് ചട്ടിയായിട്ടുള്ളത്. ബാക്കിയുള്ളത് കാണിച്ചാൽ മഴ പൊടിയുന്നോ? അയ്യോ മഴ പൊടിയുന്നല്ല, ഇത് കണ്ടോ വെള്ളം വിടുന്നതാണ്. ചുമ്മാ അല്ല മഴ വീഴുന്ന പോലെ എനിക്ക് കുറേ വെള്ളം വീഴുന്നത്. ഇതിനെ ഇനി നമുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ട ആവശ്യം കാണൂല, ബിക്കോസ് എനിക്ക് ഇതിൻ്റെ പേര് അറിഞ്ഞൂടാ. ഇതിൻ്റെ പേരെന്താ അറിയാമോ? മഴയിലെ പോയിരിക്കുന്നതിൻ്റെ പേര് ആർക്കെങ്കിലും അറിയാമെങ്കിൽ കമൻറ്റ് ചെയ്യാം. ഇതാണ് ഞാൻ പറഞ്ഞ ബാക്ക്ഗ്രൗണ്ട് കാണാത്ത സാധനം. അത് ഞാൻ പറഞ്ഞു കാണില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ഇവിടെ കുറേ പ്ലാന്റ് ഉണ്ട് കേട്ടോ. നമുക്ക് അകത്തെ പ്ലാന്റ്സ് പിന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്താലോ? വേണ്ട, ഇപ്പം തന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് ഇത്. ഇത് കണ്ടോ, ഞാൻ ഒരാളോട് മാത്രം വേണ്ടിയുള്ള തങ്ങമണിയാണ് വേസ്. ഈ വട്ടം പോട്ടിലിരിക്കുന്ന സാധനം ചൈനീസ് മിലിറ്ററി അല്ല, ചൈനീസ് പോട്ട അല്ല, അങ്ങനെ എങ്ങാണ്ടൊരു പേര്. നമുക്ക് എന്തായാലും അത് കഴിച്ചത് ആ കണ്ടു. ചൈനീസ് എനിക്ക് കിട്ടുന്നില്ല ഗൈസ്. ചൈനീസ് എന്താണ് ഇതിൻ്റെ പേര്? ചൈനീസ് പോട്ടയോ എന്തെങ്കിലും ആട്ടെ. ഇതൊരു ആർട്ടിഫിഷ്യൽ പോലെ ഇരിക്കുന്ന സാധനമാണോ? പക്ഷെ റിയലാണ്. ഇവിടെ ഒരെണ്ണമുണ്ട്. പിന്നെ ഇത് ഇവിടെയൊക്കെ ഉണ്ട്. ഇത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, കുറേ വീഡിയോസിൽ കാണിച്ചിട്ടുണ്ട് ഗൈസ് ഇത്. അപ്പോൾ ഇനി ഇതിനെ നമുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണെങ്കിൽ ഇതിനെ വലിയ ഇൻട്രൊഡ്യൂസ് ചെയ്യാനൊന്നും മാറിക്കടി വേണം. ഇതിനെ വലിയ ഇൻട്രൊഡ്യൂസ് ചെയ്യാനൊന്നും കാണൂല. ഉരുള
പിന്നെ ഈ ഒരു പ്ലാൻ ഉണ്ട്, പിന്നെ ഈ ഒരു പ്ലാൻ ഉണ്ട്, പിന്നെ അവിടെ രണ്ടെണ്ണം ഉണ്ട്. അത്രേ ഉള്ളൂ. അപ്പോൾ ഈ സെക്ഷൻ എന്ന് പറയുമ്പോൾ നമ്മളിനി പാഷ്യവും കൂടെ ഉള്ളൂ ഗൈസ്. എന്തിനോ മേടിച്ചിരിക്കുന്നു. നമുക്കിനി അറ്റത്ത് കൊണ്ടുപോകണം, ഇവിടെ നിന്ന് കൊണ്ടുപോകണം. അറ്റത്തതേ കാണാണ് തങ്കമണി ആൻറ്റി. തൽക്കാലം നമുക്ക് ഇപ്പുറത്ത് പോവാം. ബൊഗെയിൻ വില്ല കണ്ടല്ലോ, അവിടെ അവിടെ ഇവിടെ 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 കാറിൻ്റെ പുറകിലുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഈ ചെമ്പരത്തിയെ ഇൻട്രൊഡ്യൂസ് ചെയ്യാം. ഇതാണ് ഗൈസ് ചെമ്പരത്തി. അയ്യോ, ഈ ചെമ്പരത്തിയുടെ കീഴിലിരിക്കുന്ന ഇതാണ് ചെമ്പരത്തിയുടെ പ്രാന്തുള്ള അച്ചു. കണ്ട. അപ്പം നമുക്ക് ഇതിൻ്റെ പേരാണ് ചെമ്പരത്തി. എന്നെ കാണുന്നുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ, എന്നാലും മക്കളെ എൻ്റെ കൈ കാണുന്നുണ്ടോ? ഇതാണ് ചെമ്പരത്തി. എന്നെ കാണുന്നുണ്ടോ വെച്ചു? കുഴപ്പമില്ല. അതെ, അതാണ് ചെമ്പരത്തി. കണ്ടോ കണ്ടോ, കുറേ ഫ്ലവേഴ്സുള്ള. ഇനി ഇപ്പുറത്ത് പോകുമ്പോഴത്തേക്കും നമുക്ക് കാണാൻ പറ്റുന്നത് ഈ ഒരു അവിടെ വരെ വയ്ക്കുന്ന ഈ ഒരു ഫ്ലവറാണ്. ഇത് എന്ത് ഫ്ലവറാണ്? എന്തൊരു ഫ്ലവറാണ്? എന്തില്ല വിട്ടെ. പിന്നെ നമ്മൾ തെറ്റി, നല്ല തെറ്റി കിടക്കുന്നു. അയ്യോ തെറ്റി. നല്ല റിയലിസ്റ്റിക് ആയിട്ടുണ്ട് ഇങ്ങനെ വീടെടുക്കുമ്പോൾ. നമ്മുടെ ഫോണാണ്, എൻ്റെ ഫോണല്ല, അതുകൊണ്ടാണ് ഇത്ര റിയലിസ്റ്റിക്. പിന്നെന്താ, അതിൻ്റെ ഇടയ്ക്ക് അവളുടെ ബാർബിനെ എടുക്കാൻ പോയിട്ടുണ്ട്. അയ്യോ തൊടി പോരിയാ, ഞാൻ കാണിക്കാൻ സമ്മതിക്കില്ല. എനിക്ക് പൊക്കാൻ പറ്റുന്ന അത്ര ഞാൻ പൊക്കിയിട്ടുണ്ടായിരുന്നു കണ്ടോ. ഇനി പൊക്കാൻ പറ്റും, ഇനി പൊക്കിയാ ചിലപ്പോൾ താഴെ വീണാലോ. അയ്യേ, ഇതാണ് അടുത്ത ചെമ്പരത്തി. അപ്പം ഇതെങ്ങനെയുണ്ട് അറിയൂ? വെള്ള കളർ ചെമ്പരത്തിയാണ്. എനിക്ക് കാട്ടാതെ. പിന്നെ ദേ ഇവിടെ ഒരെണ്ണമുണ്ട്, ചെറിയൊരു ഇതിൻ്റെ തന്നെ ചെറിയൊരെണ്ണമുണ്ട്. പിന്നെ ദേ ഈ ഒരു എന്ത് പൂവാ, ജാസ്മിൻ ആണെന്ന് തോന്നുന്നു. എന്താ, ബൊഗെയിൻ വില്ലയുടെ ഡാർക്ക് പിങ്ക് കളറാണ് കേട്ടോ ഇത് റോസാണ് ഗൈസ്. പിന്നെ ദേ ഇവിടെ തുളസി മടമാണ്. തുളസി മടത്തിന്റെ എന്തിനാടി അവിടെ കൊണ്ടുവയ്ക്കുന്നേ? തുളസിയാണ് കേട്ടോ. കോലം വരച്ചിട്ടുണ്ട് തുളസി. പിന്നെ ഇവിടെ ഒരു പിങ്ക് കളർ ഫ്ലവർ ഉണ്ട്. പിന്നെ ഇവിടെ എന്തൊരു ഫ്ലവർ തെറ്റിയാണെന്ന് തോന്നുന്നു കേട്ടോ. എന്താ എത്ര തെറ്റിയാണ് കാണുന്നേ? പിന്നെ ഈ ഒരു ഫ്ലവർ എന്തെങ്ങനെയുണ്ട്? ഇനി കുറച്ച് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ മറന്നു. പിന്നെ നമ്മുടെ ഇവിടെ ഒരെണ്ണമുണ്ട് കണ്ടോ, ഇതിൻ്റെ പേരെന്തെങ്കിലും, അത് സാധാ പുല്ലുണ്ട്. പിന്നെ ഇതിൻ്റെ ഇടയ്ക്ക് ഒരെണ്ണമുണ്ട്. ഇതൊക്കെ എന്തിനാണ് ഇത് ഇങ്ങനെയൊക്കെ വളർത്തി വെച്ചിരിക്കുന്നത്? പിന്നെ ഇവിടെ, പിന്നെ ഇത് അവിടെ എൻ്റെ ഇടയ്ക്ക്. അയ്യോ, അത് കാണിച്ചു തരാം. അയ്യേ, ഇവിടെ കണ്ട് കണ്ടോ, കാണിച്ചു തരാം. കണ്ടോ, അതാണ് ഞാൻ എത്ര ദൂരത്തു നിന്നാണ് കാണിച്ചതെന്ന് നിങ്ങൾ ഇപ്പം വിചാരിക്കുന്നുണ്ടാവും. ഞാൻ ഇപ്പം കാണിച്ചു തരാം എന്തിനൊക്കെ. പിന്നെ ഈ ഒരെണ്ണമുണ്ട്, പിന്നെ ഈ ഒരെണ്ണമുണ്ട്, പിന്നെ ഈ മണി പ്ലാന്റ് ഇത്രയും വളർന്നും കൂടി പോലെ കിടക്കുന്നുണ്ട്. പിന്നെ ഇതുണ്ട്. പിന്നെ നമ്മുടെ ഇതിൻ്റെ പേര് പിന്നെ അവിടെ ഒരു അലോവേര. പിന്നെ ഇതേപോലത്തെ ഒരു ഫ്ലവർ ഉണ്ട്, പിങ്ക് കളർ. പിന്നെ ഈ ഒരു ഇതിൻ്റെയൊക്കെ പേരറിയാവുന്നവരൊന്ന് കമൻറ്റ് ചെയ്യുക ഗൈസ്. പിന്നെ പിന്നെ ഇവിടെ ഒരു ചേമ്പലിയാണത്. അല്ലല്ല. പിന്നെ നമുക്ക് അവിടെ പോവാം. പിന്നെ ഇവിടെ ഉണ്ട്. അത് തന്നെ. പിന്നെ ഇതുണ്ട്, പിന്നെ ഇതുണ്ട്. ഇങ്ങനെ ഇവിടെ ഒന്നുണ്ട്. പിന്നെ നമ്മൾ മാവല പോലെ കണ്ടതിൻ്റെ വേറെ ടൈപ്പ് മാവല. പിന്നെ ഇതുണ്ട്. പിന്നെ ഇതുണ്ട്. പിന്നെ ലൈറ്റ് പിങ്കിലുള്ളൊരു ഇതുണ്ടോ. ഞാൻ എത്ര ദൂരത്തുനിന്ന് കാണിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അത് മനസ്സിലാക്കാനുള്ളൊരു ഇതുണ്ടാവും കേട്ടോ. ഞാൻ ഇവിടെ നിന്നുകൊണ്ടാണ് അവിടെ വരെ കാണിച്ചത്. പിന്നെ ഇതാണ് ബട്ടാണ് ഇവ കേട്ടോ. പിന്നെ ബൊഗെയിൻ വില്ല എല്ലാം പോയതൊരു ഡാർക്ക് പിങ്ക് കളറിൻ്റെ. പിന്നെ ഈ ഒരു ടൈപ്പ്. പിന്നെ ഈ ഒരു ഡേസി ഫ്ലവർ. പിന്നെ ഇതായത്. പിന്നെ ഇവിടെ ഒരു അച്ചോ. പിന്നെ വൈറ്റ് ബൊഗെയിൻ വില്ല ഇവിടെ ഉണ്ട്. നല്ല രസമുണ്ട് ഇവിടെ കാണിച്ചത് കണ്ടോ. അച്ഛൻ മാറ. പിന്നെ ഇവിടെ പാമ്പുണ്ടോന്ന് പോലും അറിയാൻ പറ്റാത്ത രീതിയിൽ അണഞ്ഞിരിക്കുന്ന ഒരു സാധനമാണ് കേട്ടോ. പാമ്പുണ്ടോ? ഉണ്ടെന്ന് തോന്നുന്നു, എനിക്ക് അറിഞ്ഞൂടാ. ഇവിടെ വേറൊരു ബൊഗെയിൻ വില്ല പോലെ സാധനം. ഇത് അതിൻ്റെ ഇതാണ് കേട്ടോ. അത് കാണാൻ
സൂർ സലാം ഓ അനാനി അങ്ങനെ അവിടെ ഇവിടെ എന്നുണ്ട് ഇവിടെ ഇതേപോലെ അതെ ഇതേപോലത്തെ 2-3 ഐറ്റംസ് ഉണ്ട്. അമ്മൂമ്മ കണ്ടു. ഇതെന്താ കരിവേപ്പിലയോ ഇത്? ഇനി ഒരു നല്ല അടിപൊളി വൈറ്റ് കളറുണ്ട്. പിന്നെ ഇതേപോലെ ഉണ്ട്. പിന്നെ ഇതാ അവിടെ കണ്ടു അതുണ്ട്. ഇവിടെ കുറേ പുല്ലുണ്ട്. പിന്നെ ഇതാ ഇവിടെ ഒരെണ്ണമുണ്ട്. ഇവിടെ ഒരെണ്ണമുണ്ട്. പിന്നെ അവിടെ ഇവിടെ ഒക്കെ ഉണ്ട്. പിന്നെ ഇവിടെ പിന്നെ ഒരു മാവ് കണ്ടോ കണ്ടോ അമ്മേ. പിന്നെ ഇവിടെ ഇരുന്നുണ്ട്. അപ്പം ഇത്രയേ ഉള്ളൂ എന്ന് ഞാൻ പറയില്ല. ഇനി കണ്ടോ എപ്പോൾ കാണിച്ചു തരാം ഗായ്സ്. ഇനി അവിടെയൊക്കെ ഉണ്ട്. നമുക്ക് മേലത്തെ പിന്നെ ഒരു ദിവസം ഇൻട്രൊഡ്യൂസ് ചെയ്യാം. പിന്നെ ഇതാ അവിടെ ഒരു മാവ് കണ്ടോ. നമുക്ക് തീരെ പോയിട്ട് ഇങ്ങോട്ട് ഓക്കെ. ഇത് ഇവിടെ 2 ഉണ്ട് കേട്ടോ. 2 ഒരുമിച്ചടങ്ങാണ്. പിന്നെ ഇതാ ഇതേപോലെ ഒരു സംഭവം ഉണ്ട്. ഇതൊക്കെ എന്താണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. പിന്നെ ഇതേപോലെ ഐറ്റംസ് ഉണ്ട്. അപ്പം അടുത്തൊരു എഡിറ്റ് ഇനി വരുന്നതായിരിക്കും. അതൊരു എഡിറ്റ്. സുത്തരാമേ സൈനിങ് ഓഫ്.